Basic Commands of Git എന്ന സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ നാം Git Repository, Git എന്നതിന്റെ കമാൻഡ്സ് എന്ന വിഷയത്തെക്കുറിച്ച് പഠിക്കും. ഈ ട്യൂട്ടോറിയലിനായി ഞാൻ ഉപയോഗിക്കുന്നത് Ubuntu Linux 14.04, Git 2.3.2 ഒപ്പം gedit ടെക്സ്റ്റ് എഡിറ്റർ എന്നിവയാണ്. താങ്കളുടെ ഇഷ്ടപ്രകാരം ഏത് എഡിറ്റർ ഉപയോഗിക്കാവുന്നതാണ്. ഈ ട്യൂട്ടോറിയൽ പിന്തുടരുന്നതിന് ടെർമിനലിൽ പ്രവർത്തിക്കുന്ന ലിനക്സ് കമാൻഡുകൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ പ്രസക്തമായ ലിനക്സ് ട്യൂട്ടോറിയലുകൾക്കായി നമ്മുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇപ്പോൾ നമുക്ക് Git Repository കാണാം. നമ്മൾ പ്രോജക്റ്റിൽ എല്ലാ ഡാറ്റയും സൂക്ഷിക്കുന്ന ഒരു ഫോൾഡറാണ് Git Repository. ഇത് ലോക്കൽ മെഷീനിലോ റിമോട്ട് മെഷീനിലോ സ്ഥാപിക്കാവുന്നതാണ്. സാധാരണ ഫോൾഡറും Git Repositoryയും തമ്മിലുള്ള വ്യത്യാസം. സാധാരണ ഫോൾഡറിൽ ഫയലുകൾ ഡയറക്ടറികളിൽ മാത്രമേ സൂക്ഷിക്കാവൂ. Git Repository അതിന്റെ പൂർണ്ണമായ ഹിസ്റ്ററിയും ഫയലുകളും ഡയറക്ടറിയിൽ അടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് നമ്മുടെ ലോക്കൽ മെഷീനിൽ Git Repository ഉണ്ടാക്കുവാൻ പഠിക്കാം. ടെർമിനൽ തുറക്കുവാൻ Ctrl+Alt+T എന്നീ കീകൾ അമർത്തുക. എന്റെ സിസ്റ്റത്തിൽ ഞാൻ ഹോം ഡയറക്ടറിയിലെ Git Repository എന്ന പേരിൽ ഒരു ഡയറക്ടറി സൃഷ്ടിക്കും. നിങ്ങളുടെ മെഷീനിൽ നിങ്ങൾക്ക് ആവശ്യമായ ഡയറക്ടറി സൃഷ്ടിക്കാവുന്നതാണ്. നമ്മൾ നമ്മുടെ ഹോം ഡയറക്ടറിയിലാണ്. ടൈപ്പ് ചെയ്യുക mkdir സ്പേസ് mywebpage എന്റർ അമർത്തുക. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഹോം ഡയറക്ടറിയിൽ ഒരു ഡയറക്ടറി mywebpage സൃഷ്ടിച്ചു. ഈ ഡയറക്ടറിയിലേക്ക് പോകുവാൻ ടൈപ്പ് ചെയ്യുക cd സ്പേസ് mywebpage എന്റർ അമർത്തുക. mywebpage ഡയറക്ടറി Git Repository ആയിരിക്കുവാനാണ് ടൈപ്പ് ചെയ്യുക git സ്പേസ് init എന്റർ അമർത്തുക. മെസ്സേജ് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇനീഷ്യലൈസ്ഡ് എംപ്റ്റി Git Repository. ഇത് സൂചിപ്പിക്കുന്നത് Git വിജയകരമായി ആരംഭിക്കുന്നു. ഇതാണ് പാത്ത്. ഇതാണ് നമ്മുടെ സിസ്റ്റത്തിൽ സൃഷ്ടിക്കപ്പെട്ട Git Repository. ഇനീഷ്യലൈസേഷനു ശേഷം mywebpage ഫോൾഡറിൽ മികച്ച ഫോൾഡർ .git സൃഷ്ടിക്കും. അദൃശ്യമായ ഫോൾഡർ കാണുന്നതിന് ടൈപ്പ് ചെയ്യുക ls സ്പേസ് -a എന്റർ അമർത്തുക. .git ഫോൾഡർ തുറക്കുന്നു. ഈ .git ഫോൾഡർ നീക്കം ചെയ്യുന്നതിന് മുഴുവൻ റെപ്പോസിറ്ററിയും ഇല്ലാതാക്കും. അതിനാൽ ഈ .git ഫോൾഡറിൽ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മുടെ ഐഡന്റിറ്റി Git എന്നാക്കി മാറ്റണം. ഇമെയിൽ വിലാസം സജ്ജമാക്കുവാൻ ടൈപ്പ് ചെയ്യുക git സ്പേസ് config സ്പേസ് --global സ്പേസ് user.email സ്പേസ് priya.spoken@gmail.com എന്റർ അമർത്തുക. ഇവിടെ priya.spoken@gmail.com എന്ന് ഉപയോഗിച്ച് നിങ്ങളുടെ സ്വന്തം സാധുവായ ഇമെയിൽ വിലാസം ഉപയോഗിക്കാം. യൂസർ നെയിം ക്രമീകരിക്കുന്നതിന് ടൈപ്പ് ചെയ്യുക git സ്പേസ് config സ്പേസ് -global സ്പേസ് user.name സ്പേസ് priya എന്റർ അമർത്തുക. ഞാൻ priya യൂസർ നെയിമായി ഉപയോഗിച്ചു. priya എന്നതിനു പകരം നിങ്ങളുടെ പേര് ഉപയോഗിക്കുക. നമ്മൾ സജ്ജീകരിച്ചിരിക്കുന്ന പേരുകളും ഇമെയിൽ വിലാസങ്ങളും Gitൽ പ്രവർത്തിക്കുന്ന വ്യക്തിയുടെ ഐഡന്റിറ്റിയാണ്. അടുത്തതായി gedit ടെക്സ്റ്റ് എഡിറ്ററിന് കമ്മിറ്റ് മെസ്സേജ് നൽകാനായി ഞാൻ ക്രമീകരിക്കും. ടൈപ്പ് ചെയ്യുക git സ്പേസ് config സ്പേസ് -global സ്പേസ് core.editor സ്പേസ് gedit എന്റർ അമർത്തുക. ഇപ്പോൾ gedit Git എന്നതായി ക്രമീകരിച്ചിരിക്കുന്നു. ഇവിടെ ഗ്ലോബൽ ഫ്ലാഗ് ഓപ്ഷണൽ ആണ്. ഗ്ലോബൽ ഫ്ലാഗിനെ കുറിച്ച് കൂടുതൽ അറിയുവാൻ നമ്മുടെ സ്ലൈഡുകളിലേക്ക് തിരിച്ചു പോകാം. ഒന്നിലധികം റിപ്പോസിറ്ററീസ് ഒരു മെഷീനിൽ സൃഷ്ടിക്കാവുന്നതാണ്. നിങ്ങൾ --global ഫ്ലാഗ് ഉപയോഗിക്കുകയാണെങ്കിൽ മെഷീനിലുള്ള എല്ലാ റിപ്പോസിറ്ററികൾക്കും ഈ ക്രമീകരണം ബാധകമായിരിക്കും. അതിനാൽ ഒരു പുതിയ Git Repository സൃഷ്ടിക്കുമ്പോഴെല്ലാം ഈ സെറ്റിംഗ്സ് ഡിഫാൾട്ടായി ഉപയോഗിക്കും. ഒരു പ്രത്യേക റിപ്പോസിറ്ററിയിൽ മാത്രം ഐഡന്റിറ്റി വേണമെങ്കിൽ --global ഫ്ലാഗ് ഉപയോഗിക്കരുത്. ടെർമിനലിലേക്ക് പോകുക. ഇവിടെ നമുക്ക് മുൻപ് സജ്ജമാക്കിയ വ്യക്തിയുടെ കോൺഫിഗറേഷൻ ഡീറ്റെയിൽസ് നോക്കാം. ടൈപ്പ് ചെയ്യുക git space
config space hyphen hyphen list enter അമർത്തുക. ഇപ്പോൾ താങ്കൾക്ക് എഡിറ്റർ നെയിം, ഇമെയിൽ അഡ്രസ്, യൂസർ നെയിം എന്നിവ കാണാം. ഡെമോൺസ്ട്രേഷനായി HTML ഫയലുകൾ ഉപയോഗിക്കും. താങ്കൾക്ക് ഇഷ്ടമുള്ള ഏതൊരു ഫയൽ ടൈപ്പും ഉപയോഗിക്കാം. ഉദാഹരണത്തിന് ടെക്സ്റ്റ് ഫയലുകൾ അല്ലെങ്കിൽ ഡോക് ഫയലുകൾ. ടെർമിനലിലേക്ക് തിരികെ പോകുക. പ്രോംപ്റ്റ് ക്ലിയർ ചെയ്യാം. ഇപ്പോൾ ടൈപ്പ് ചെയ്യുക gedit space mywebpage.html space ampersand. നിങ്ങൾ മറ്റൊരു ഫയൽ ഉപയോഗിക്കുകയാണെങ്കിൽ mypage.html എന്നതിനു പകരം ആ ഫയലിന്റെ പേര് കൊടുക്കാം. പ്രോംപ്റ്റിനെ സ്വതന്ത്രമാക്കുവാൻ ആംപർസാൻഡ് നമ്മൾ ഉപയോഗിക്കുന്നു. ഇപ്പോൾ enter അമർത്തുക. മുമ്പ് സേവ് ചെയ്ത റൈറ്റർ ഡോക്യുമെന്റ് മുതൽ ഈ ഫയലിൽ ചില കോഡ് കോപ്പി പേസ്റ്റ് ചെയ്യാം. സമാനമായി നിങ്ങളുടെ ഫയലിലേക്ക് കുറച്ച് കണ്ടന്റ്സ് ചേർക്കുക. ഇപ്പോൾ എന്റെ ഫയൽ സേവ് ചെയ്തു. അതിനാൽ ചില കോഡ് ഉള്ള HTML ഫയൽ ഉണ്ട്. ശ്രദ്ധിക്കുക mypage.html എവിടെയായാലും താങ്കളുടെ ഫയൽ നെയിം മാറ്റിസ്ഥാപിക്കണം. അടുത്തതായി mypage.html എന്ന ഫയൽ പിന്തുടരുന്നതിന് നമുക്ക് git ചോദിക്കാം. ടെർമിനലിലേക്ക് തിരിച്ചു പോകുക. സ്വിച്ച് ടൈപ്പ് ചെയ്യുക git space add space mypage.html enter അമർത്തുക. ഇപ്പോൾ git എന്നതിന്റെ നിലവിലെ സ്റ്റാറ്റസ് പരിശോധിക്കും. അതിനാൽ ടൈപ്പ് ചെയ്യുക git space status enter അമർത്തുക. നിങ്ങൾക്ക് പുതിയ ഫയൽ mypage.html കാണാം. ഈ ഫയലിൽ വരുത്തിയ മാറ്റങ്ങൾ പിന്തുടരുന്നതിന് git ആരംഭിച്ചു. ഇത് ട്രാക്കിംഗ് എന്ന് വിളിക്കുന്നു. നമുക്ക് ഫയലിലേക്ക് തിരികെ പോകാം mypage.html. കൂടാതെ ഈ ഫയലിലേക്ക് കൂടുതൽ കോഡുകൾ ചേർക്കാം. മുൻപത്തെ പോലെ എന്റെ റൈറ്റർ ഫയലിൽ നിന്നും കോപ്പി പേസ്റ്റ് ചെയ്യും. സേവ് ചെയ്ത് ഫയൽ ക്ലോസ് ചെയ്യുക. തുടർന്ന് ടെർമിനലിലേക്ക് തിരികെ പോകുക. മുൻപത്തെ പോലെ git എന്ന നിലവിലെ സ്റ്റാറ്റസ് പരിശോധിക്കുവാൻ ടൈപ്പ് ചെയ്യുക git space status enter അമർത്തുക. ഇത് കാണിക്കുന്നു changes not staged for commit modified mypage.html. ഇതിനർത്ഥം നമ്മൾ വരുത്തിയ മാറ്റങ്ങൾ staging area എന്നത് ചേർത്തിട്ടില്ല എന്നതാണ്. staging area എന്നറിയുവാൻ നമുക്ക് സ്ലൈഡുകളിലേക്ക് തിരികെ പോകാം. staging area ചെയ്യേണ്ട മാറ്റങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ സംഭരിക്കുന്ന ഒരു ഫയൽ ആണ്. ഫയലിന്റെ കണ്ടന്റ് staging area ചേർക്കുന്നതിനു മുൻപ് ചേർക്കേണ്ടതാണ്. വരാനിരിക്കുന്ന ട്യൂട്ടോറിയലുകൾ commit എന്നതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യും. പഴയ git വേർഷൻസ് staging areaയ്ക്ക് പകരം ഇൻഡെക്സ് ഉപയോഗിച്ചു. ഇപ്പോൾ staging areaയിൽ പുതിയ മാറ്റങ്ങൾ എങ്ങനെ ചേർക്കാമെന്ന് നോക്കാം. ടെർമിനലിലേക്ക് മടങ്ങുക. പ്രോംപ്റ്റ് ക്ലിയർ ചെയ്യുക. ടൈപ്പ് ചെയ്യുക git space add space mypage.html enter അമർത്തുക. git സ്റ്റാറ്റസ് പരിശോധിക്കുന്നതിന് git space status ടൈപ്പ് ചെയ്ത് enter അമർത്തുക. ഇപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് കാണാം changes to be committed. ഇതിനർത്ഥം ഫയൽ staging areaയിൽ ചേർത്തിട്ടുണ്ട്. അത് committed ആണ്. ഇപ്പോൾ നമ്മൾ ഫ്രീസ് നമ്മുടെ കോഡാണ്. നിങ്ങളുടെ വർക്കിന്റെ പ്രത്യേക ഘട്ടത്തിൽ എത്തുമ്പോൾ അവ നിങ്ങൾക്ക് റിപ്പോസിറ്ററിയിൽ സേവ് ചെയ്യുവാൻ കഴിയും. ഇത് കമ്മിറ്റ് എന്നറിയപ്പെടുന്നു. ഓരോ കമ്മിറ്റ് യൂസർ നെയിം, ഇമെയിൽ ഐഡി, ഡേറ്റ്, ടൈം, കമ്മിറ്റ് മെസ്സേജ് എന്നിവ കൊണ്ട് സംരക്ഷിച്ചിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് കമ്മിറ്റ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ടെർമിനലിലേക്ക് തിരികെ സ്വിച്ച് ചെയ്യുക git space commit enter അമർത്തുക. gedit ടെക്സ്റ്റ് എഡിറ്റർ കമ്മിറ്റ് മെസ്സേജ് കിട്ടുവാൻ യാന്ത്രികമായി തുറക്കുന്നു. ആദ്യത്തെ വരിയിൽ ഞാൻ ടൈപ്പ് ചെയ്യും ഇനീഷ്യൽ കമ്മിറ്റ് മെസ്സേജ് ആയിട്ടാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള ഏതെങ്കിലും ഇൻഫോർമേറ്റീവ് മെസ്സേജ് ടൈപ്പ് ചെയ്യുവാൻ കഴിയും. ഇവിടെ ഹാഷ് ഉപയോഗിച്ച് ചില വരികൾ തുടങ്ങാം. നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാം. ഹാഷ് ലൈനിന് മുൻപോ ശേഷമോ ദയവായി കമ്മിറ്റ് മെസ്സേജ് എഴുതുക. ഭാവിയിൽ കമ്മിറ്റ് മെസ്സേജ് ഉപയോഗിച്ച് ഈ ഘട്ടത്തിൽ നമ്മൾ എന്തു ചെയ്താലും നമുക്ക് തിരിച്ചറിയും. സേവ് ചെയ്ത് എഡിറ്റർ ക്ലോസ് ചെയ്യുക. താഴെ കൊടുത്തിരിക്കുന്ന ചില വിവരങ്ങൾ കാണുക. കമ്മിറ്റ് മെസ്സേജ്, എത്ര ഫയലുകൾ നമുക്കായി മാറ്റിയിരിക്കുന്നു, നമ്മൾ എത്ര ശ്രമങ്ങൾ ചെയ്തു, ഫയലിന്റെ പേര്. ഇപ്പോൾ git log കമാൻഡ് ഉപയോഗിച്ച്
കമ്മിറ്റ് വിശദാംശങ്ങൾ നമുക്ക് നോക്കാം. ടൈപ്പ് ചെയ്യുക git space log. എന്റർ അമർത്തുക. നമ്മളുടെ repositoryയിൽ ഒരു കമ്മിറ്റ് ഉണ്ട്. ഇത് കമ്മിറ്റ് ഹാഷ് അല്ലെങ്കിൽ SHA-1 എന്നറിയപ്പെടുന്ന ഒരു തനതായ ഐഡി പ്രദർശിപ്പിക്കുന്നു. SHA-1 എന്നതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ നമ്മുടെ സ്ലൈഡുകളിലേക്ക് സ്വിച്ച് ചെയ്യുക. SHA-1 40 ആൽഫാ ന്യൂമറിക് ക്യാരക്ടേഴ്സിന്റെ യൂണിക് ഐഡി ആണ്. ഹാഷ് വാല്യൂവിൽ ഗിറ്റ് എല്ലാ വിവരങ്ങളും ഡാറ്റാബേസിൽ സംഭരിക്കുന്നു. SHA- ഉപയോഗിച്ച് ഗിറ്റ് കമ്മിറ്റ് തിരിച്ചറിഞ്ഞു. ഭാവിയിലെ ട്യൂട്ടോറിയലുകളിൽ SHA-1 എന്നതിന്റെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കും. നമുക്ക് ടെർമിനലിലേക്ക് തിരികെ വരാം. കമ്മിറ്റിന്റെ പേര്, ഓതർ നെയിം, ഇമെയിൽ അഡ്രസ്, ഡേറ്റ്, ടൈം, കമ്മിറ്റ് മെസ്സേജ് തുടങ്ങിയ വിശദാംശങ്ങൾ കാണിക്കുന്നു. ഇതിനോടൊപ്പം ഈ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു. നമുക്ക് ചുരുക്കാം. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിച്ചത് ഗിറ്റിലെ git init, status, commit, log തുടങ്ങിയ ചില അടിസ്ഥാന കമാൻഡ്സ്. ഒരു അസൈൻമെന്റ് എന്ന പോലെ നിങ്ങളുടെ മെഷീനിൽ ഒരു ഡയറക്ടറി സൂക്ഷിക്കുക, അതിനെ repositoryയായി മാറ്റുക. ടെക്സ്റ്റ് ഫയൽ സൃഷ്ടിച്ച് അതിലേക്ക് കുറച്ച് കണ്ടന്റ്സ് ചേർക്കുക. ഫയൽസ് Git Repositoryയുടെ staging areaയിൽ ചേർക്കുക. റിപ്പോസിറ്ററിയിലേക്ക് ഫയൽ കമ്മിറ്റ് ചെയ്യുക. git log കമാൻഡ് ഉപയോഗിച്ച് കമ്മിറ്റ് വിശദാംശങ്ങൾ കാണുക. താഴെയുള്ള ലിങ്കിൽ ലഭ്യമായ വീഡിയോ സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് സംഗ്രഹിക്കുന്നു. ദയവായി അത് ഡൗൺലോഡ് ചെയ്ത് കാണുക. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടീം വർക്ക്ഷോപ്പുകൾ നടത്തി ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ദയവായി എഴുതുക. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് NMEICT, MHRD, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നിവയുടെ പിന്തുണയോടുകൂടി നടപ്പാക്കുന്നു. ഈ മിഷനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഈ ലിങ്കിൽ ലഭ്യമാണ്. IIT ബോംബെയിൽ നിന്നും വിജി നായർ. പങ്കെടുത്തതിന് നന്ദി.